സ്ത്രീകളിൽ കാണുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനാണ് ഇതിന് പ്രധാന കാരണം. ഇത് നമ്മൾ ഒരു 20 to 30 ഇയേഴ്സിലാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഒരു സുരക്ഷിതമായില്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 10 to 30 ഇയേഴ്സ് കഴിയുമ്പോഴേ ക്യാൻസർ വരുള്ളൂ. അത്രയും ഒരു ലോങ് പീരീഡ് ഉണ്ട്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അത് സ്ത്രീകൾ റുട്ടീനായിട്ട് ഈ സെർവിക്സിൽ നിന്ന് ഒരു വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. അത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു ടെസ്റ്റ് കണ്ടാൽ ഇതിൻ്റെ ചേഞ്ചസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ചികിത്സ നേരത്തെ തേടാനും ഈ ഒരു ക്യാൻസർ അപകടകരമായ സ്വഭാവത്തിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്കതിനെ ചികിത്സിക്കാനും പറ്റും. ഇത് അറിവ് വളരെ പ്രാധാന്യമുള്ളതാണ്. റുട്ടീൻ ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ പാപ്സ്മിയർ ടെസ്റ്റ് വളരെ ലളിതമായിട്ടൊരു ടെസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പാപ്പിലോമ വൈറസിൻ്റെ DNA ടെസ്റ്റൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പമാണ്. ഈ പാപ്സ്മിയർ ടെസ്റ്റ് ഒരു 1 in 3 years ചെയ്താൽ മതി. രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 5 years നമ്മൾ ഈ ടെസ്റ്റ് ചെയ്താൽ മതി. ഇതിന് ഫലപ്രദമായിട്ടൊരു വാക്സിൻ അവൈലബിൾ ആണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അത് 3 ഡോസാണ് നമ്മൾ എടുക്കുന്നത്. അത് 0, 1 to 6 monthsലാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു 9 മുതൽ 13 വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇത് എടുക്കണം. അവരുടെ 26 വയസ്സ് വരെ നമുക്കിത് എടുക്കാം. അവരുടെ സെക്ഷൽ ലൈഫ് തുടങ്ങുന്നതിന് മുമ്പ് അത് എടുക്കണം എന്നുള്ളതാണത്. ഇങ്ങനെ നമ്മൾ ഈ വാക്സിൻ എടുത്താൽ ഈ മാരകമായിട്ടുള്ള ഈ ക്യാൻസറിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. 2 മെസ്സേജാണ് തരാനുള്ളത്. ഒന്ന്, ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ഈ സർവീസിൻ്റെ അവിടെ നിന്ന് സ്മിയർ എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഈ പ്രീ ക്യാൻസർ സ്റ്റേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് ചികിത്സ തേടുമ്പം ഈ മാരകമായിട്ടുള്ള ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, ഇത് നമുക്ക് ഫലപ്രദമായിട്ട് വാക്സിൻ വഴി ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾ ഈ പാപ്സ്മിയർ ടെസ്റ്റ് അത്യാവശ്യമായിട്ട് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ വന്നാൽ ഞാൻ പറഞ്ഞത് ഇത്ര ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനിടയ്ക്ക് തന്നെ നമുക്കത് വളരെ 10 to 30 years ഒക്കെ 50 to 60 yearsലാണ് ഈ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം. അതുകൊണ്ട് മാസമുറ നിന്ന സ്ത്രീകൾക്ക് ബ്ലീഡിങ് വന്നാൽ പലപ്പോഴും അവരതിനെ അവഗണിക്കും. പലപ്പോഴും ബന്ധപ്പെട്ട് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ബ്ലീഡിങ് വരുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു സ്മെല്ല് വരുമ്പോഴായിരിക്കും അത് വരുന്നത്. ഇങ്ങനെയുള്ള അബ്നോർമൽ സ്മെല്ല് ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെർവൈക്കൽ ക്യാൻസറിന് ലക്ഷണമാകാം. അതുകൊണ്ട് സ്ത്രീകൾ നിർബന്ധമായിട്ടും ഈ പരിശോധനയ്ക്ക് വിധേയരാകുന്നത് നല്ലതാണ്. നമ്മുടെ പെൺകുട്ടികളെ പറ്റി നമ്മൾ ഇങ്ങനെയുള്ളൊരു ഇൻഫെക്ഷനെ പറ്റി സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധത്തെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി മനസ്സിലാക്കണം. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള വാക്സിനും അവൈലബിൾ ആണെന്നുള്ള ബോധം അവർക്കുണ്ടാവണം.